എന്താ പ്രശ്നം? ഈ കൊച്ചു മലയാളിക്ക് ഞങ്ങളുടെ പെങ്ങളോട് പ്രേമം അത്രേ. നീ ചെല്ല്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. മച്ചാൻ പറഞ്ഞോണ്ട് പോണേ. എന്തായാലും 10 പേർക്ക് പോടാ, പോയി വേറെ പറ. നീ ആ മഹാദേവൻ മോലാളുടെ മോനല്ലേ? പുള്ളി ഡീസന്റ് ആണല്ലോ, പിന്നെ നീ എന്ത് പിഴയായി പോയത്? വാ വാ വാ. എന്താ നിന്റെ പേര്? ഉണ്ണി. എടാ കൊച്ചനെ, ഈ പ്രായത്തിൽ ഒരുത്തിയെ കിട്ടിയ അവസരം കളയണമെന്നൊന്നും പറയല്ല. നോക്കിയും കണ്ടു സംഗതി ഒപ്പിക്കാവും. ഏതായാലും ഈ ചെരി വേണ്ട, സ്ഥലം സ്വല്പ പെശക. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ചെന്താമര ഞാൻ നേരത്തെ അറിയും. എനിക്കവളെ വേണ്ട വേണ്ട വേണ്ട, മുഴുകിപ്പിക്കണ്ട. ആ ഇഷ്ടവും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാൽ എന്റെ മോനെ നട്ടല്ലെന്ന് വരൂല. പിന്നെ നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാം. നിന്റെ അച്ഛൻ മഹാദേവനോട് പറയാം, ചെക്കന് വിമ്മിട്ടം തുടങ്ങി ഉടനെ കെട്ടിക്കണമെന്ന്. ദൈവത്തെ ഓർത്ത് ഇതൊന്നും അച്ഛനെ അറിയിക്കരുത്, എന്നെ കൊന്നുകളയും. ഓ, അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനല്ലേ? ക്യാഷ് വല്ലതും ഉണ്ടോ? ആ, മണി ഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓ, ഒരുപാട് കാശുണ്ടല്ലോ. ദാ 200 രൂപ എടുത്തുള്ളൂ ഒരു ഫുള്ളിന്. മച്ചാൻ അത്രയും മതി. മച്ചാനെ? ആ, ഇതാര്? ആ, മോമ്പോ മോമ്പോ, ഞാൻ ഏറ്റ് പോ. നല്ല മനസ്സോടെ ഡീസന്റ് ആയിട്ട് നടക്കുമ്പോ തല്ലി കിട്ടണ നാടേത്. എന്നോടൊന്നും പറയണ്ട. മച്ചാനെ, ഈ ചതിക്കെങ്ങാനും കൂട്ടു നിന്നെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൊന്നുകളയും. ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ? ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് ആ റൗഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ? ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടട്ടാ. ഞാൻ പോയാലും വിളിക്കട്ടെ മച്ചാനെ. നീ ചെല്ലു മനോഹര. ഞാൻ ക്യാഷ് ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ? അതും വേണം. പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ. ഒരു ചെറിയ കാറ്, ചെറിയ ചെറിയ ഡ്രസ്, ഒരു ചെറിയ ഡ്രൈവർ. ഡ്രൈവർക്ക് ഞാനവിടെ പോവും. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. ഞാനോ? അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യാം. അച്ഛനറിഞ്ഞാലോ? എടാ മണ്ടൂസേ, നീ കെട്ടി ഒരു കൊച്ചു ഉണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയൂ. അതിനുള്ള വഴിയൊക്കെ മച്ചാന്റെ കയ്യിലുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് മച്ചാൻ. എന്നാ പിന്നെ ഞാൻ വരാം. വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ് എന്നാ നമുക്ക് പുറപ്പെടാം. നിക്ക്, ഈ വേഷം ഇട്ടോണ്ടാ നീ ആ വീട്ടിൽ പോണത്? എങ്ങനെയുണ്ട്? നല്ല തറപ്പാണ്ടി ലുക്ക്. പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും. ഇതൊന്നും ശരിയല്ലല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം. എന്നിട്ടൊരു ചെത്ത് സ്റ്റൈലാക്കി തരാം ഞാൻ. എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. യെസ്, ഞാൻ കുബേര, കുമാർ കുബേര. ഞാൻ കൃഷ്ണ, ബാലകൃഷ്ണ. ഇപ്പൊ പോയവൻ എന്തായിരുന്നു ഇവിടെ വന്നത്? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പരിചയപ്പെടാൻ. അയാൾ പരിചയപ്പെട്ടിട്ട് പോയി. ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ. ഈ നിൽക്കുന്ന സാധനം ഞാൻ ഡീസന്റ്. വലിയ മുതലാളി ആ കശുവണ്ടിയുടെ. എത്ര ഫാക്ടറി ഉണ്ട്? ഒന്നോ? ഈ നിൽക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട്. എന്തൊരു ഫാക്ടറി? പടം പിടിക്കുന്ന ഫാക്ടറി. അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയെ. ഒറീസ, ബീഹാർ, രാജസ്ഥാൻ, വയറ് നിറഞ്ഞ്. ഈ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ. ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, യുമാറ്റിക്. ഡ്രൈവർ. ഇയാൾക്ക് മനസ്സിലായില്ല, ശരിക്കും പറഞ്ഞു കൊടുക്ക്. ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ, അത് പിടിക്കുന്ന ഫാക്ടറി. ദൂരദർശനൻ. ആ, പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു. തോന കായാവൂലേ? ഓ, ഒരു 5 കോടി. എടോ പിയെ, ഇവിടെ പരിസരത്ത് എങ്ങനെ 5 സ്റ്റാർ ഹോട്ടൽ വല്ല ഉണ്ട് താമസിക്കാൻ? ഇല്ല സാർ. ഇല്ലേ? എങ്കിലും ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേരെ. എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയണേ. സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം. എനിക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അവന്റെ വീട്ടിൽ താമസിക്കരുത്. അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധിയില്ല. ഇനി വരാതെ നോക്കണം. മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിൽ താമസിക്കാം അല്ലേ? ഡ്രൈവർ, ഒരു 50,000 രൂപ ചെക്ക് എഴുതി. അയ്യോ, പണം തന്നെ അവമാനിക്കരുത്. ഇതൊരു സഹായമായിട്ട് കരുതണം, എന്റെ മനനിമ്മതിക്ക് വേണ്ടി. ശരി ശരി ശരി, എങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിലേക്ക് പോവാം. ഡ്രൈവർ വണ്ടി എടുക്കും. നീ സ്വീകരിച്ചോണ്ട് പാടേ. ഇതാണ് എന്റെ ഭവനം. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസി. മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ, പെട്ടി എടുക്കൂ. പെട്ടി ഇറേ. ചെന്താമര. എടേ, എന്താ എന്താ? ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത്? തട്ടി തോളിക്കെട്ടടാ.
കേട്ടടേ തട്ടി തോളിക്കേറ്റടാ. കേട്ടടാ. ഇങ്ങോട്ട് പറയേ ഇതൊക്കെ ഒരു നേക്കാ. ദാ, ഇതാ കണ്ടോ? ഇത്രേ ഉള്ളൂ ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പഴാ അറിയിക്കണ. എന്തൊരു രണ്ടും കൂടെ കിന്നാരെ ഈ പറയുന്നത് മുതലാളിയുടെ ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങാൻ നിൽക്കുന്നത്? അകത്തോണ്ട് പോയി തട്ട്. അയ്യോ അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചുമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ. തന്നെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. നോക്കാം. ഹലോ മച്ചനോട് സാറിന സാറിന ഹലോ. ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ, ആ കോട്ടും സൂട്ടൂരി ഞാൻ അങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിലിരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. हम तुम के कमरे में बंद हो. राजा का रानी से प्यार हो गया. ഓ അവന്റെ ഒടുക്കത്തിൽ ഹിന്ദി പാട്ട്. ഫോൺ വെക്കട മൈച്ചാനെ. अच्छा अच्छा मनीषा कोड़ियाला से पकड़ो. ആ ഓഫി നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിസോഡിൽ മനീഷ കൊടിയാളക്ക് ഡേറ്റ് ഇല്ലെന്ന്. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സാർ. അയ്യേ ചാള വേണ്ട അയ്യം, നമുക്ക് നെമ്മി വാങ്ങിക്കാം നെമ്മി. അച്ഛാ അല്ല അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്റെ പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ? ഇനിയിപ്പോ അയാളെങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായത് തന്നെ. തലം കാലിയാക്കുന്നാണ് ബുദ്ധി. വാ നില്ലേ. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ. തെറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ. ഹലോ. എവിടെ ലക്ഷ്മി? ലക്ഷ്മി. ലക്ഷ്മി. ഓ അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? പ്യാടിച്ചു വായ. മോൻ കഴിഞ്ഞിട്ട് പാടി. മാടപ്രാവനെ പോലെ കുണുങ്ങി പോണത് കണ്ടാടിയേ. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോതരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? അതിപ്പോ നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തിനു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല. വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, കാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ഓ ചെലവോട് ചെലവ്. എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. എന്തിരുടെ അവര് പെക്കള. ഇതേതാ ഈ കുട്ടി? എന്റെ മോള്. എനിക്കിഷ്ടമായി ഈ വീടും പരിസരവും ഒക്കെ. പരിചയപ്പെട്ടില്ല, സോറി. ഞാൻ ബാലകൃഷ്ണ. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപയായി. അതല്ല, ടിവിയില്. ഇതൊക്കെ ടിവിയിലും വന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം. ഉണ്ട്. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകളിൽ. അതെന്തരന്? ഈ ഇൻകം ടാക്സ്. ഓ ഈ സീരിയലല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ല. കൂലി നമ്പർ 1. കൂലി ഇംഗ്ലീഷ് സിനിമ. ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം 2ാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്, രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണമുണ്ട്. എന്തരത്ത്? അല്ല സീത നായിക ജൂഹിച്ചവൾക്ക് പകരം. മുതലാളി ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു? അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങെത്താ പോരെ. താൻ പോയാൽ ശരിയാവില്ല. യവൻ പോണെങ്കി പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കെ ഞാൻ ഇല്ല ഇവിടെ. മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ലേ. പോ. നീ എങ്ങോട്ട് വെച്ച് വിടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. ഷെഡാ? വാ പോ. നീ അങ്ങോട്ട് ചെല്ല്. പോടേ. ചെല്ല്. എന്തിനിടെ നിന്ന് വടവണത്? ഇവൻ തറയാണല്ലേ. വിശപ്പൊന്നുമില്ലേ? കഴിക്കണ്ടേ? ഇതെന്താ 2 പാത്രം? ഒന്ന് പട്ടിക്കാം. അയ്യേ, അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലും. മതി. എനിക്ക്
ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വരണുണ്ട്. ആ, എവിടെ വീട്? കുറച്ച് തെക്കാ. തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണല്ലേ? സന്തോഷമായി. നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ. ആ പിന്നെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം, ആക്രാന്തം കഴിക്കരുത്. ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്താണല്ലോടാ തെണ്ടി. പതുക്കെ, ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ? തെറ്റായി പോയി. ആ അതൊക്കെ പോട്ടെ. ഇവിടുത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരി ഉണ്ടല്ലോ, അവളുടെ ഒരു ഒടുക്കത്തെ നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും. ഞാൻ ആരാണെന്ന് അവളുടെ വിചാരം? നീ എന്നൊന്നും മിണ്ടാതിരിക്കണേ. നിനക്ക് ഹിന്ദി അറിയൂ? ഈ ഇഷ്ക് ഹുവ എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങാ കൊലാന്ന്. നീ ചൂടാവാതെ. എടാ, അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞ് കാലിലൊരു തോണ്ടും. ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെയായി. എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടി, അവൾക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണ്. അങ്ങനെ മാട്ടുപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു വളർന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തിയുറങ്ങാൻ പോകുന്നു. ആ അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? പെയ്യടാ. നീ ഇതുവരെ പെയ്യില്ലേ? ചട്ടി നോക്കി കണ്ടില്ല, ജോലിക്കാരി കിടക്കുന്നത് നോക്കി അവിടെയും കണ്ടില്ല. അപ്പൊ ഞാൻ നിരൂപിച്ച് നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല, ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കാണ്. നീ കൂടുതൽ കോനയടിക്കണ്ട. ബിസിനസിന്റെ തലവേദനക്കിടയ്ക്ക് നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. ആ വാ വാ വാ, പോം. വേണമെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, പാവല്ലേ? അയ്യോ വേണ്ട, പിന്നെ അതൊരു ശീലമായി പോവും. ആ. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും. വാ, 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 വാ. ഏവേ ഒരു മണ്ണുണ്ണി തന്നെ. ചിരിക്കണ്ട, ദൈവം ഒരാള് മുകളിലുണ്ട്. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ വാടേ ചെട്ടി പോയി കിടറേ ചാവാം. ചെല്. ഇതുവരെയുള്ള സംഭവങ്ങൾ ആര് കണ്ടാലും കുറ്റം പറയില്ലല്ലോ. നീ എന്ത് പറയുന്നു? 100-ൽ 100 മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാല നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ജാത്യാലുള്ള തൂത്താ പോവില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? പെണ്ണ് വീണിട്ടുണ്ട്. അത് നിന്റെ കഴിവുകൊണ്ടൊന്നല്ല, അവളുടെ കഴിവുകേട് കൊണ്ട്. എന്നാലും പ്രേമത്തിനൊരു പിരിമുറുക്കം വരുന്നില്ല. എന്താ ചെയ്യുക? അതൊരു പാട്ടിലൂടെ വർക്കൗട്ട് ചെയ്താലോ? നിനക്ക് പാടാൻ അറിയോ? പാടാൻ അറിയാവുന്നോ? ചേരി ചെന്ന് ചോദിച്ചു നോക്കണം. ഈ വക പാണ്ടിപ്പാട്ടൊന്നും പറ്റില്ല. ഇതൊന്നും ഇവിടെ ശരിയാകില്ല. ശരിയാവില്ല. തനി മലയാളം. എന്നാൽ പാടി ബോറടിപ്പിക്കാനും പാടില്ല. നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതായത് പ്രേം നസീറും ജയഭാട്ടിയും പോലെ, മമ്മൂട്ടിയും സുഹാസിനിയും പോലെ, മോഹൻലാലും ശോഭനയും പോലെ. അയ്യോ എന്തിന്, കുഞ്ചാക്കോ ബോബനും ശാലിനിയും പോലെ. ഓൾ ദി ബെസ്റ്റ്. ശരി. ഇടപാടുകളൊക്കെ തീർന്നല്ലേ? ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ടി കിട്ടാ. എങ്ങോട്ട്? ചെറുക്കന്റെ വീട്ടിലോട്ട്. അതല്ലേ നാട്ടു നടപ്പ്. അയ്യോ അത് നടക്കുവോ? നടക്കണ്ട, കാറി പോയാ മതി. വാ വാ, നീ വാടേ മണ്ണുണ്ണി. അച്ഛാ, ഇന്ന് തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും സാരമില്ലടേ. നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും. ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്താക്കാൻ കഴിയില്ലടേ. നിങ്ങളെ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ എത്തിക്കൊള്ളാം. മോളെ, നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും വിട്ടുകൊടുക്കരുത്. എടി അവിടെ കിടന്ന് ക്വാന അടിക്കാതെ രാഹുകാലത്തിന് പുറപ്പെട്ടിട്ട് വരി. അല്ല, നമ്മൾ എങ്ങോട്ടേ പോണത്? ഞാനും അതാ ആലോചിക്കുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? എനിക്ക് അച്ഛന്റെ മുമ്പിൽ ചെല്ലാൻ ഒരു പേടി. എന്തായാലും എല്ലാം ഒരിക്കലും അറിയും. എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോവാം. അയ്യോ, വീട്ടിൽ പോകാൻ പറ്റില്ല. എന്റെ തല വിട്ടും. അതിന് തെറ്റ് ചെയ്തത് ഞങ്ങളല്ലേ? കൂട്ടി നിന്നത് ഞാനല്ലേ? ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. നീ വീട്ടിലോട്ട് വണ്ടി വിട്. രണ്ടിലൊന്നും അറിയണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, വീട്ടിൽ പോകാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം. നീ വണ്ടി വിട്. എനിക്ക് പറ്റില്ല. ഡ്രൈവർ, ബാലേട്ടൻ പറയണത് കേട്ടാ മതി. വണ്ടി എടുക്കാൻ. നീ വണ്ടി ഇടറേ. എന്താ പരിപാടി? നീഞ്ഞൊന്ന് ഇത് പിടി. ഓ,
ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നു, എന്നെ അവർ പിടിച്ച് പുറത്താക്കുന്നു. കല്യാണം കഴിച്ചുകൊണ്ടാണ് അവർ പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു. മൊത്തത്തിലൊരു കളി, അത്രേ ഉള്ളൂ. ഇതൊക്കെ ശരിയാവോ? എനിക്കാ പേടിയാവോ. ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. നീ കാറിലിരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പെണ്ണ് പൂമാല, ദൈവമേ, കൊച്ചുമലയാളിയുടെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ ഉണ്ണിക്കുട്ടി കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞു. പെണ്ണും പൂമാലയൊക്കെ ആയിട്ട് ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം പറയണ്ട, ഒന്നും പറയണ്ട. എന്നെ അറിയിക്കാതെ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ അവനങ്ങനെ ധൈര്യം വന്നു. ഓ അത് ശരി, ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഞഞ്ഞാ വർത്താനം പറഞ്ഞാൽ എങ്ങനെ? ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല. ഇല്ലേ? ഇല്ല. അയ്യോ, അയ്യോ. തീരുമാനമെടുക്കാൻ നീ ആരാടാ? അല്ല, ഞാൻ ഒടാ വെളിയിൽ. എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ടടി. അഭിമാനമുള്ളവനാ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മകൻ. നോക്കിക്കോ, ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്ന് നിങ്ങളെ നാട്ടിക്കും, വല്ല ചേരിയിലും പോയി താമസിക്കും. എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ മോൻ ഇതോടെ മരിച്ചു കഴിഞ്ഞു. ഇറങ്ങി പോടാ വെളിയിൽ. ഞങ്ങൾ പോകും, പിന്നെ തിരിച്ചു വിളിക്കരുത്. പോകാൻ വണ്ടിയിലോട്ട് കയറിയട്ടെ. അച്ഛൻ ഇത്രയ്ക്ക് ചൂടാവാൻ എന്താ കാര്യം? നീ ഒന്നും കേട്ടില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ലേ? ഇല്ല. അത് നന്നായി. നീ വണ്ടി ചേരിയിലോട്ട് വിട്, ഞാൻ കാണിച്ചുതരാം. വാശിയെങ്കി വാശി, രക്തമായി പോയില്ലേ? ആരാത്? ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും. മോളി വിടുന്നാ മതി, അങ്ങോട്ട് വരണ്ട, ഞാൻ പോയി നോക്കിച്ചു വരാം. നീ എന്താ ഈ പാതിരാത്രിക്ക്? ഞാൻ പിന്നെ എങ്ങോട്ട് പോവും? നീയൊക്കെ കൂടി ഒലത്തി എന്റെ വീട്ടിൽ ചെന്ന് ഓതിയത് എന്റെ കല്യാണം കഴിഞ്ഞാണല്ലോ. എന്നൊന്ന് കാണാൻ കൂട്ടാക്കാതെ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ എന്റെ വീട്ടിൽ തന്നെ പുറത്താക്കി. ഓ എപ്പോ? തമാശിക്കല്ലേ? പതുക്കെ, ലക്ഷ്മി കേൾക്കും. ലക്ഷ്മി കേക്കട്ടാ. ഞാൻ ഈ കഥ ഒന്ന് ചാരി. വീടും കൂടില്ലാത്ത എനിക്കിനി ഒന്നും നോക്കാനില്ല. പതുക്കെ, ഞാനിപ്പോ പതുക്കെ. വിളിച്ചു പറയും നീ മഹാദേവന്റെ മകനല്ലാന്ന്. ചേരി, ചെന്താമര, അതും പറഞ്ഞ് നീ എന്നെ വരട്ടാൻ നോക്കണ്ട ലക്ഷ്മി. ഉപദ്രവിക്കാതെ, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രിയാണ്. നീ ഒന്ന് സമാധാനിക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? ഞാൻ പ്രാർത്ഥിക്കണം. ലക്ഷ്മി, നീ ഇത് എവിടെ കയറി പോന്നു? ആരോ വരുന്നുണ്ടല്ലോ. കണ്ട, പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും. പോയി എവിടെയെങ്കിലും രക്ഷപ്പെട്ടു, ബാക്കിയാണ് ഞാൻ ഏറ്റ്. അങ്ങോട്ട് അവിടെ പോകുന്നു. രക്ഷപ്പെടാം. അവിടെ ഫസ്റ്റ് നൈറ്റ് നടക്കില്ലയോ? വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. മച്ചാനെ, അവന് നിന്നെ മനസ്സിലായിട്ടില്ല, പോയി രക്ഷപ്പെട്ടോ. രാജപ്പനെ ഓടിക്കരുത്, ഞാൻ സ്പീഡ് കൂട്ടും. അയ്യോ അമ്മേ. നമ്മുടെ ഡ്രൈവറാ, ഇത് അവന്റെ വീടാ. പൊതുകടിയുണ്ടോ, സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാ. പാവം. അയാളെന്തിനാ ഓടുന്നു? എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. കൂടെ ഒരാൾ ഓടുന്നുണ്ടല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും. ചേരി പ്രദേശമല്ലേ, നീ വാ. താടിക്ക് തീ പിടിക്കുമ്പം വീട് കത്തിക്കരുത് ഉണ്ണികൃഷ്ണ. എങ്ങനെ ചിരിക്കാതിരിക്കും? ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ. ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. വേഗം പറ. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശവത്തി കുത്തരുത്. എന്നെ കുരുക്കിന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷയാണത്. അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്കെന്തത്ര വിഷമം? നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ? കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും, പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് മുതലായില്ലേ? ഇനി അവള് പോയാലെന്ത് വന്നാലെന്ത്? ഉണ്ണികൃഷ്ണ, അവളെന്റെ ഭാര്യയാണ്. ഭാര്യ? ആ വാക്കിന്റെ അർത്ഥം എവിടാ നിനക്ക്? അറിയില്ലായിരുന്നു ഇതുവരെ. ഇല്ലാ കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും 2.5 കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തിയുണ്ടോ? നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുകൊള്ളുന്ന കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണെന്ന്. ഇപ്പൊ മനസ്സിലായി. 3 ദിവസം കൊണ്ട് 3 വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ. എനിക്കവളെ പിരിയാൻ വയ്യ. ദൈവമേ, ഇതേ കൂലി സാഹിത്യം പറയണേ. അപ്പൊ ഇത് അത് തന്നെ പ്രേമം. തലയ്ക്ക് കൊണ്ടാ. അപ്പൊ മുതലാളിയായാലും തൊഴിലാളിയായാലും പ്രേമം എന്നൊക്കെ പറഞ്ഞാ ഒന്ന് തന്നെ അല്ലേ? സത്യമെല്ലാം തുറന്നു പറഞ്ഞേക്കട്ടടാ. നീ വരൂ എന്റെ കൂടെ. ഇല്ല, ഈ തല്ലുകൊള്ളു പരിപാടി എല്ലാം ഞാൻ നിർത്തി. നീ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ശരീരം കേടാക്കാൻ നോക്കണ്ട. ഞാൻ തീരുമാനിച്ചു. എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും. ഒരു കൂലിയായി എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കും.
വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ വരാതിരിക്കോടാ. എന്തായാലും ഇന്നെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ രണ്ടാലൊന്നറിയാൻ പറ്റും. എന്റെ ജീവിതവും രക്ഷപ്പെടും. ആ നിക്ക് നമ്മൾ ആദ്യം പോകുന്നത് നിന്റെ പെണ്ണിന്റെ അടുത്തേക്കല്ല, പിന്നെ എന്റെ അച്ഛന്റെ അടുത്തേക്ക്. സത്യാവസ്ഥ ബോധിപ്പിക്കണല്ലോ. ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് അറിയിക്കണമല്ലോ. എന്നിട്ട് നിന്റെ കൂടെ ഞാൻ എന്തിനു തയ്യാറാ? ഓക്കെ ഓക്കെ. ഓക്കെ. എല്ലാം ശരിയായി. എന്ത്? ഇനി ഇങ്ങനെ ഒളിച്ച് പാറ്റ് നടന്ന് കട്ടി ഇനി ഒന്നും വേണ്ട. നേരെ കൊണ്ടുവരാൻ പോയിക്കല്ലോ. ഇയാൾക്കെന്താ വട്ട് പിടിച്ച? എനിക്ക് വട്ട് പിടിച്ചിട്ട് ഭാര്യ വെട്ടിപ്പോയി. അമ്മയുടെ വീട്ടിലോ? കുഞ്ഞിന്റെ ഭാര്യ വീട്ടി. കുഞ്ഞിനെ ഭാര്യ ഒന്ന് കാണണമെന്ന് കൊച്ചമ്മ, കാണണ്ടാന്ന് മൊയലാളി. ആകെ ജഗപുക. അവസാനം ഒരു ഒത്തീർപ്പിലെത്തി രണ്ടാളും കൂടെ കൊച്ചിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയില്ല. അവർ പോയിട്ട് ഇപ്പൊ എത്ര നേരമായി? അരമണിക്കൂറായി. ഉണ്ണിക്ക് വണ്ടി കയറേ. നിർത്തി വെക്കട്ടെ, അവരിപ്പൊ എത്തും. സന്തോഷം. പുള്ളിക്കാരി പോകാണ്ടില്ലേ? ഈശ്വര, രക്ഷപ്പെട്ടു. നിന്റെ അച്ഛൻ ഇത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പുലിവാലാവും. നീ വാ. നില്ലേ എങ്ങോട്ടേറി പോണത്? അല്ല ലക്ഷ്മി. ആര് ലക്ഷ്മി? ആദ്യം നിന്റെ ഈ മുഖംമൂടി വലിച്ചെറി. മുഖം മൂടിയാ? വാ. ഞാനെല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ആ മാധവനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ചതിയായിരുന്നു എനിക്കറിയാം. അറിയാമല്ലേ? ഇപ്പൊ എല്ലാം മനസ്സിലായല്ലേ? ഇനി ഈ കൂലി വേഷം വേണ്ട. ആ മാധവൻ ഇവിടെ വന്നിരുന്നു. എന്തിനു ഞെട്ടിയത്? സത്യം, ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. നല്ല മനുഷ്യൻ, എന്തൊരു സ്നേഹം. ആ നല്ല മനുഷ്യൻ എപ്പോഴാ വന്നത്? ഒരു അരമണിക്കൂറായിക്കണം. ഇല്ലേ? ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത്? വീട്ടിലോട്ട്. ഉണ്ണികൃഷ്ണ, വണ്ടി എടു. മോനെ, നീ മിടുക്കനാണ്, മിടുമിടുക്കൻ. സ്വന്തം അച്ഛനല്ലേ ഈ മുട്ടൂത്തി കളഞ്ഞത്? തന്നെ തന്നെ. ദൈവമേ, ഗുലുമാലിൽ നിന്നും ഗുലുമാലികളിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. നീ എന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ? എന്റെ ഭാര്യയാണെന്ന് വിശ്വസിച്ചിരിക്കുക. പാവം. നീ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് കരുതി സന്തോഷിച്ചിരിക്കുക. എനിക്കാകെ പേടിയാവുക. നീ വാ. ദൈവമേ. ഉണ്ണി, കണ്ടു ഒരു ഇപ്പൊ ചാടിക്കരുതെന്ന് പറയണ്ട, വലിയ വഴക്കാവും. ഞാൻ വഴക്കൊന്നും പറയില്ല. ഒക്കെ ക്ഷമിച്ചു എന്ന് കൂട്ടിക്കോ. അല്ല, താനല്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? സാർ ഇതിനായിട്ട് അതൊന്നും മറന്നില്ലേ? വലിയ കൂട്ടുകാരനാ. ഓ, ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത്. എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാലകൃഷ്ണന് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം. നമ്മുടെ ഡ്രൈവറുടെ പോസ്റ്റ്. ഡ്രൈവറോ? അയ്യോ, ഈ വേഷം പത്രാസം നോക്കണ്ട. എന്ത് ജോലിയും ചെയ്യും. ആള് ഭയങ്കര പരോപകാരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം. സമ്മതമാണോ? അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇവിടെ തന്നെ താമസിക്കണം. അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി ഓടിക്കേണ്ടി വരും. വേണ്ട, ശരി ശരി ശരി. എന്ത് പറയുന്നു? ശരി ശരി. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ മുറിയൊക്കെ കാണിച്ചു. ഇപ്പൊ ചാടി കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായനെ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, നീ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം. ഒരു കാണുമില്ല. പോട്ടാ. അപ്പൊ അതാര്? കാഴ്ച പോയതാ. ആ കാഴ്ചല്ല, കരട് പോയതാ. ഇത്രയുള്ള ഒരു കരട്. ഇത്ര ഉള്ള കരടോ? ഇത്രയില്ല, ഇത്രയും. ഇത്രയോ? ഇത്രയും, അതിൽ കുറയില്ല. അതിനും കുറയില്ല. മനസ്സിലായി. ചോദിച്ചു പിന്നെ കുത്തി ചോദിച്ചു. അവന്റെ ഈ കരടെടുപ്പ് അത്ര ശരിയല്ലല്ലോ. മച്ചാനെ, എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും. ഒന്നുകളെ നിന്ന്. നീ ഇത് പറയണം, ഞാനത് കേൾക്കാൻ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കിടന്നുറങ്ങിക്കും. ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാടേ. പറഞ്ഞാ പോരാ, ചെയ്യണം.
ചെയ്യാന്നല്ലേ പറഞ്ഞത്? നീ വാ. അയ്യോ. നീ എന്തിനാ അകത്തോട്ട് വന്നത്? അതെന്തി വന്നത് കണ്ടില്ല. ലക്ഷ്മി ഇവിടെ. എന്തിയെ? ലക്ഷ്മി, ലക്ഷ്മി. ഞാൻ കുളിക്കാ. ഓ, സമാധാനമായി. അവള് കുളിക്കുക. നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല ഡ്രൈവർ ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി അത് നേരെ. ബൾബോ? ആ. എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവരെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ 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 എന്താ? ബൾബ് മാറ്റിയിടാനൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ്? ആ. അല്ല എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് ആ, മറന്നുപോയി. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ ചെന്നാട്ടെ, ചെന്നാട്ടെ, ചെന്നാട്ടെ. ആ, കുഞ്ഞെന്താ ഇന്ന് കാണിച്ചിരിക്കുന്നത്? അങ്ങ് അകത്തോട്ട് കയറി ചെന്നാട്ടെ. നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല, ഞാൻ കുഞ്ഞകത്തോട്ട് കയറുന്നത് നോക്കുമായിരുന്നു. ചെല്ല്. ഓ, ആ ചെല്ലടാ. ഇവിടെ. മോനെ നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ അകത്ത് ഭയങ്കര ചൂട് കാരണം ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നാ മതി. ചെല്ലേ. താനെന്താ ഇവിടെ? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. എന്താ? എന്താടാ? കൊച്ചമേ, കൊച്ചമേ, എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറയെ കിടന്നുറങ്ങുന്നു. താറയല്ലോ? ആ തറയില് ഞാൻ കണ്ടതാ. കൊച്ചമ്മ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഏയ് ഏയ് എന്താ? വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. ആ അത് സാരില്ല. തെറ്റ് ചെയ്തത് ഞാനല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ആ ക്ഷമിച്ചു. എടാ മണ്ട, ഓ, അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവുമായ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്. ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും. ഇത് കുറെ കാലമായമാര് പറയാൻ തുടങ്ങിയിട്ട് ഒരു പുല്ലും നടക്കൂല. നീ വായിച്ചേ. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്തായി ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോ പ്രശ്നങ്ങള്. ചേട്ടാ ഇത് ചായ. ഈ സമയത്ത് exercise. ചായ. ഞാൻ അവിടെ, ആ. പണക്കാരെ വിശ്വസിക്കരുതെന്ന് എന്നിട്ട് ഞാൻ വിശ്വസിച്ചു. അതിനിപ്പോ ഞാനെന്ത് തെറ്റാ ചെയ്തേ? ഭാര്യയ്ക്ക് സുഖമാണോ? ഓ ഭാര്യ. അയ്യോ അത് മച്ചാൻ കിട്ടിയ പെണ്ണാ. എടി മണ്ടി, എന്റെ അച്ഛന്റെ അമ്മയുടെ മുൻപിൽ മാത്രമേ അവളെന്റെ ഭാര്യയായിട്ടുള്ളൂ. എല്ലാരും പറയണത് ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞു. തൽക്കാലം അങ്ങനെ പറഞ്ഞോട്ടെ. നീ വിശ്വസിക്കാതിരുന്നാ മതി. എനിക്ക് ഇതിനൊക്കെ കൂട്ടുന്നത് നിനക്ക് വേണ്ടിയാ. ഇനി വൈകിക്കില്ല. അച്ഛൻ അറിയും മുമ്പ് നമ്മുടെ കല്യാണം നടത്തണം. മച്ചാനോടൊന്ന് സംസാരിക്കട്ടെ. ബാലകൃഷ്ണ, എന്തോ ആ വണ്ടി ഒന്ന് കഴുകിയിട്. ഓ, മച്ചാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഒന്നും പറയണ്ട, ഈ പണിയോടെ ഞാൻ ചെയ്യാം. എന്താടാ നോക്കിക്കുന്നത്? വണ്ടി അങ്ങോട്ട് കഴിയടാ. ലക്ഷ്മി ലക്ഷ്മി, അവിടെ അങ്ങോട്ട് കഴിയേ, നല്ലോണം കഴിയേ. മച്ചാനെ, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ തിരിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ചെയ്യാം. ചെന്താമരയുടെ കാര്യം അച്ഛനോട് പറയാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഈ വഴി നേരെ പോയാ പെരുവഴി എത്തും. ഈ സഹായം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു. അത് ശരി, ഇപ്പൊ കാല് മാറാണല്ലേ. ഒരു കാര്യം ചെയ്യാം, എല്ലാം തുറന്നു പറയാം. അതറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്, അച്ഛന്റെ അല്ല ലക്ഷ്മിയുടെ. ഇനിയും നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യം ലക്ഷ്മിയോട് തുറന്നു പറയും. മണ്ടത്തരം കാണിക്കാതെ. പിന്നെ എന്താ ചെയ്യാ? ചെയ്യാം. എടാ, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്റെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ ആരെ കെട്ടിയാലും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് കല്യാണം കഴിച്ച് ചെന്താമരെ ഈ വീട്ടിലോട്ട് കയറ്റണം. എങ്ങനെ?
എന്റെ ഭാര്യയായിട്ട്. പിടിക്കോ? ഏയ്, ഞാൻ അത്രക്കാരനല്ല. അതല്ല അച്ഛൻ. നിന്റെ അച്ഛൻ അത്രയ്ക്ക് വൃത്തികെട്ടാണോ? തമാശ കളിക്കരുത്. അച്ഛനെ കള്ളക്കളി കണ്ടുപിടിക്കുമെന്ന്. പിടി കൊടുക്കാൻ നോക്കാം. പിന്നെ പിടിച്ചാൽ തന്നെ ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിന്റെ അച്ഛൻ ചെന്താമരെ അംഗീകരിച്ചോളാം. ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ. മുന്നിലിരുത്തിക്കൊണ്ട് പറയല്ല, ഉണ്ണികൃഷ്ണൻ നല്ലവനാ. ചെന്താമരെ പൊന്നുപോലെ നോക്കിക്കൊള്ളു. ഈ കാശുകാരുമായിട്ടുള്ള ബന്ധമൊന്നും ശരിയാകത്തില്ല. ഇത്രയും കാശുള്ള ഒരു ചെക്കൻ ചെന്താമരെ കല്യാണം കഴിക്കുന്നു പറയുന്നത് തന്നെ നമുക്കൊരു വിലയല്ലേ? എന്നാലും മഹാദേവൻ മുതലാളി പുള്ളിക്ക് ഇതെല്ലാം അറിയാവുന്നത്. ചമ്മല് കാരണം കല്യാണത്തിന് ഇങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇല്ല. എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുട്ടി അങ്ങോട്ട് എന്നാൽ അവര് സ്വീകരിച്ചോളും. എല്ലാം ചെന്താമരയുടെ ഭാഗ്യം. എന്നാലും ഒരെന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിച്ചു. മച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. എങ്കിൽ ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഈ കല്യാണം അടിപൊളിയായിട്ടങ്ങ് നടത്തും. ഏയ് ലിസ്റ്റ് പോടാ. அந்த ஆளு சொல்லும்போது கூட சொல்றது 2. ആള് ചൊല്ലുമ്പോ കൂടെ ചൊല്ലുന്ന വെച്ചാ മൈക്ക് മൈക്ക് அந்த வாழைப்பிண்டி லைட் 8. ട്യൂബ് ലൈറ്റ്. அப்புறம் அந்த மின்னா மின்னி லைட் இல்லையா, அது 2 ഡജൻ போடு. ഈ കത്തയെ അണയം ചെയ്യുന്ന സ്റ്റീരിയൽ ലൈറ്റ്. ഇതൊക്കെ ഉപയോഗിച്ചുള്ള കല്യാണം ഈ ചേരിയിൽ ആദ്യ. നീ ഭാഗ്യവാനാടാ ഉണ്ണികൃഷ്ണ. ഇവിടെ നിക്ക. ഇടാ, ഇന്ന് നിന്റെ കല്യാണമാണ്, നമുക്ക് പോകണ്ടേ? അച്ഛന്റെ അനുഗ്രഹം വാങ്ങാതെ ഞാൻ വരില്ല. എങ്കിലൊരു കാര്യം ചെയ്യും, കുറച്ച് വെറ്റിലേയും പാക്കുമായിട്ട് വന്ന് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ. അല്ല പിന്നെ കല്യാണം അച്ഛൻ അറിയണ്ട, പക്ഷെ അനുഗ്രഹം വാങ്ങണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും. എടാ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ. എങ്ങനെ? നീ ആദ്യം വാ. ചെല്ലടാ. എന്താ ഇത്? എന്ത് പറ്റിയടാ? പെട്ടെന്ന് എന്താ രണ്ടുപേർക്കും ഒരു പരുങ്ങല്? അച്ഛാ, ഇന്നുവിന്റെ കല്യാണ. കല്യാണമോ? ഒന്നുമല്ലല്ലോ ഇത്രയും സ്വാതന്ത്ര്യവും എന്റെ മകന്റെ കൂട്ടുകാരനെന്ന് അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്നോട് പറയാഞ്ഞേ? എന്നെ എന്താ ക്ഷണിക്കാഞ്ഞേ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന്, അതും ചേരിയില്, അവിടെ നിന്ന് സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. നന്നായിരിക്കട്ടെ. രക്ഷപ്പെട്ടു. ഇല്ല, എത്ര ദിവസമായടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? നീ ഇതുവരെ ഇവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? അവൾക്കും കല്യാണത്തിന് വരണമെന്നുണ്ട്. അയ്യോ, ഇനി ഒരുങ്ങി വരുമ്പോഴേക്കും ഒരുപാട് സമയാവില്ലേ? ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കുന്നത്. എന്നാ പിന്നെ വന്നോട്ടെ അല്ലേ? ആ, എല്ലാം അറിയാലോ, അതനുസരിച്ച് പെരുമാറണം. എന്താ ഒരു രഹസ്യം? അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറയായിരുന്നു. വാ വാ വാ. കല്യാണം കഴിഞ്ഞ് അവളെയും കൂട്ടി നേരെ ഇങ്ങി പോന്നു. അമ്മയ്ക്കും എനിക്ക് അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. അതേതായാലും നന്നായി. ഗോമതി അമ്മേ, ആ. അവളെയും കൂട്ടി അകത്തേക്ക് പോ. ദാമോ. നന്നായി വരും. ആഹാ, മോള് മാറ്. ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളും. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ശീലാവട്ടെ. ഞാൻ ചെയ്തോളാം ചേച്ചി. വേഗം ആയിക്കോട്ടെ. ഉണ്ണിക്ക് എവിടെ പോണെന്ന് പറഞ്ഞ കേട്ടു. എവിടെ? അവന്റെ കാര്യല്ലേ, ഒരു പോക്കും വരവും. എന്താ മോനെ? അമ്മ, ആ പെണ്ണെങ്ങനെയുണ്ട്? പെണ്ണോ? ഡ്രൈവറുടെ ഭാര്യ. അടുക്കളപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു. പിന്നെ കുറച്ച് വൃത്തിയും പനിയൊക്കെ ഉള്ള കൂട്ടത്തിലാ. നല്ല ഉറക്കം. അതെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു. നീ പോയിക്കോ. ആരെയും കണ്ട? ദൈവമേ, എനിക്ക് ആകെ പേടിയാവണം. ഏയ്, എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി. കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി കൂടി. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാനാ ബാലകൃഷ്ണൻ. എനിക്ക് തുറക്കണം. എന്താ? എന്ത് പറ്റിയടാ? മോങ്ങാതെ പറ. എങ്ങനെ പോയി? എന്ത്? ഇവനോട് തോറ്റു. നിന്ന് മോങ്ങാതെടാ. വാതിൽ തുറക്കാൻ. ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും?
എന്താ ബാലകൃഷ്ണ ഇത്? ഏ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു. അയാൾ താഴെ വീണു. അയ്യോ ഇതെന്ത് പറ്റി മൂക്കിന്? രക്തം വരുന്നുണ്ടല്ലോ. ആ അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു? അല്ല അപ്പൊ അത് തന്നെ, ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ? ബാലകൃഷ്ണ കിടന്നു. ഓരോരുത്തന്മാരുടെ കാര്യം. ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണ അവിടെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. പോയി കിടന്നുറങ്ങടാ. പോകാൻ പോരെ. ആരായിരിക്കും? ആരാന്ന് ചോദ്യേ? ആരാ? ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും കൂടി ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. കള്ളനോ? ആ, കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ, അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിട്ടാണ് അടയ്ക്കണ. പോടാ. സന്തോഷായില്ലേ? മനസ്സിലായില്ല. ഏ? നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത്. അയ്യേ, വൃത്തികേട് പറയില്ലേ. ഭാര്യ വേണമെന്ന് കണ്ടു, കുറച്ചു നോക്കിയപ്പോ കണ്ടു. മേലാലത്തിലും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ, അടിച്ചതിന്റെ എല്ലാവരും ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുമായിരുന്നു. ഒന്നും പറയണ്ട. സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. മച്ചാവിടെടാ. എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഈ വീട് എന്റെ വീടാക്കണം, നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം. ഇത് രണ്ടും ഇങ്ങനെ തേണ്ടിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. ഇനി ആരെന്ത് തലകുണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല. ആ, എന്റെ അച്ഛനെ വാടകയ്ക്ക് ചോദിച്ചു വന്നിരിക്ക. അച്ഛനെ, നിന്നെ എവിടെയെല്ലാം തിരക്കിയതറിയോടാ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞത്? അച്ഛ കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ. കേട്ടാ ഞെട്ടാത്ത എന്തുപകാരവും നിനക്ക് ചോദിക്കാം. പ്രഭാര പ്രഭു ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ? അയാൾ ഇങ്ങോട്ട് വരുന്നത്? എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനെന്നാ ഞാൻ അയാളോട് പറഞ്ഞത്. നിനക്ക് പറ, ഈ ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടില്ലടാ. അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രഭു 2-3 മണിക്കൂറുകളിൽ ഇവിടെ എത്തും. അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം. അത് നടക്കില്ല. അത് നടക്കില്ല. നടക്കില്ല, വേണ്ട. അതോട് നിന്റെ ജീവിതം, എന്റെ ജീവിതം, ഇവന്റെ ജീവിതം 3 താർന്ന് കൊഞ്ഞാട്ട പരുവത്തിലാവും. പുല്ലല്ലേ നശിക്കണം. ഇടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മതിയുടെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ വെക്കണം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? എടാ, സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത്. അയ്യോ, ആ മോന്ത ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. അപ്പൊ എന്റെ ആരും സമയം പോണ്ട. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല. വെറുതെ ടെൻഷൻ എടുക്കാൻ എന്നെ കിട്ടില്ലേട്ടാ. അങ്ങനെ അറുത്തു മുറിച്ച് പറയാതടാ. നീ ചെല്ല്, എത്രയും പെട്ടെന്ന് പാർവതിയും കൂട്ടി ഇങ്ങോട്ട് വാ. പിന്നെ ഒരു കാര്യം, 3 മണിക്കൂർ കൂടുതൽ ഇവിടെ നിൽക്കരുത്. ആ, ചെല്ല്. ഓക്കെ ഓക്കെ. നീ എന്താ ചെയ്യാൻ പോണേ? ഒരു ജീവൻ മരണ പോരാട്ടം. അപ്പൊ ലക്ഷ്മി? ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? ഇപ്പോ. ഇതാണ് എന്റെ വീട്. അച്ഛന്റെ മനസ്സ് മാറി നമ്മളെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിന്റെ ഭാഗ്യമാണ്. പിന്നെ അച്ഛനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ചോദിച്ചാലും മറുത്തൊന്നും പറയരുത്. അച്ഛനാണെങ്കിൽ സ്ത്രീകൾ മറുപടി പറയുന്ന ഇഷ്ടമേ. പിന്നെ ഇവരൊക്കെ എത്ര നിർബന്ധിച്ചാലും ഒരു 2-3 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എവിടെ പോവും? നമ്മൾ ഊട്ടിക്ക് പോകുന്നു ഹണിമൂണിന്. വന്ന് കയറും മുമ്പ് പോയാ അച്ഛനും അമ്മയ്ക്കും എന്ത് തോന്നും? ഒന്നും തോന്നാതിരിക്കാനായി പോകുന്നത്. ദേ, ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നില്ലേ? അതന്ന്. ഇപ്പൊ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്രൈവർ ഇങ്ങ വന്നേ. അച്ഛൻ എന്തിയടാ? അച്ഛൻ പുറത്തു പോയി. എന്നാ വാ, നമുക്ക് കാത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, ആദ്യമായിട്ടല്ലേ, അവര് വന്നിട്ട് കേറിയാ മതി. എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛന് ഈ ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസമില്ല. നീ വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറുക. വാ.
ഇതാരാ? ഇതിവിടുത്തെ വേലക്കാരിയാ. ദേ അച്ഛൻ മുഹൂർത്തത്തിൽ തന്നെ എത്തി. ഭാഗ്യം. അതെ, അച്ഛന്റെ കാഴ്ചപ്പാട് നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. ഞാനിത് മറന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ദൈവമേ, നിനക്ക് നന്ദി. പെട്ടെന്ന് ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. എന്തുവാണ് ഈ നോക്കിയിരിക്കുന്നത്? അച്ഛന് ചായ എടുത്തുണ്ടോ? ഇവനെന്താടി എവിടെ? ഇവിടുത്തെ ഡ്രൈവർ. വിവരമില്ലല്ലോ. ഉണ്ടാവത്തിടേ. നല്ല വീടാണ് കേട്ടോ. അതെ, അതെ. സെറ്റപ്പ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന അറിഞ്ഞാൽ മതിയുടെ എനിക്ക്. ഇതാണടി മഹാദേവൻ. ആണെന്ന് തോന്നുന്നു. അച്ഛൻ തന്നെ വന്നിരിക്കുന്നു. ആ ആരൊക്കെയാ അവര്? അച്ഛാ അതെന്റെ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഗൾഫിലായിരുന്നു. എന്നെ കാണാൻ വേണ്ടി വന്നതാ. അത് അവന്റെ ഭാര്യ, അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ. ആ, പിന്നെ ഡിക്കിൽ വല്ലാത്തൊരു ശബ്ദം. സ്റ്റെപ്പിനി ടയർ ലോക്ക് ആയിട്ടില്ലെന്ന് തോന്നുന്നു. നീ ഒന്ന് നോക്കി. അച്ഛൻ ഇതുവരെ ഉണർന്നില്ലേ മോനെ? പുള്ളിക്കാരെ എങ്ങനെ എണീക്കാൻ വൈകും. ഞാൻ വിളിക്കണോ? വേണ്ട, ക്ഷീണമുണ്ടാവും. എണീക്കും എന്നെ വിളിച്ചാ മതി. പ്രഭുവാണ് രാജാവാണെന്നൊന്നും ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ടില്ലേ ചവിട്ടി പുറത്താകും ഞാൻ. അച്ഛാ, 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 ശല്യപ്പെടുത്താതെ ഉറക്കം, ക്ഷീണം. അച്ഛാ, ഒരുപാട് വൈകി. വിളിച്ചു പറയാനുള്ള സ്ഥലമാ. വീട്ടിൽ പോണേ പെട്ടെന്ന് പോണം. ശരി തന്നെ. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് പോവാം. സൂക്ഷിക്കണം, കാലം മോശം. അവരെല്ലാം പോയി. എല്ലാം അകത്തുണ്ട്. കാരണം എന്താ അച്ഛാ? അവൻ മറ്റൊരല്ലേ? ഏയ് അല്ലല്ല, ഇവൻ കണ്ണപ്പനല്ലേ? കണ്ണപ്പൻ കണ്ണപ്പൻ. ആ. ഞങ്ങള് വിമാനത്തിൽ വെച്ചുള്ള പരിചയമല്ലേ, ചുമ്മാ കാണാൻ വേണ്ടി വന്ന്. എന്തരടേ പേടിപ്പിക്കണത്? അവ എന്തായിരുന്നു ഇവിടെ വന്നത്? കണ്ണപ്പന്റെ കൂടെ വന്ന അതിഥി. അതിഥി എന്റെ ശത്രുവാണ്. വീട്ടിൽ വന്ന ശത്രുവിനെ മാനിക്കണം. എവരെല്ലാം കൂടി എന്തിനിടെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ. ഞാൻ കുടുംബസമയം ക്ഷണിച്ചിട്ട് വന്നാ. ഓ, എന്റെ ശത്രുവാണവൻ. എത്രയും വേഗം പറഞ്ഞു വിടണം. എനിക്ക് ചൊറഞ്ഞോണ്ട് വരട്ടെ. ശരി. ഉറക്കമൊക്കെ സുഖമായിരുന്നോ? ശരിയായില്ല തേവേട്ട, യവന്റെ ശല്യം. അല്ല, ഇതാരാ? വന്നാട്ട് വന്നാട്ട് വന്നാട്ട്. നീ ഇതെവിടെ പോയി? ഞാൻ വീട് വരെ ഒന്ന് പോയതാ. ആഹാ, ഇവിടെ പോ. എന്തൊരു തേവേണ്ണ. ഇത് മിസ്റ്റർ കുബേരൻ. വാ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിട്ട് അടുത്തറിയുന്നവര് തന്നെ. അടുത്താലേ വേഷ അറിയും. ആരാ അത്? യൂണിയൻകാരോ? എന്തു വേണം? ഇവിടെ അടുത്തൊരു ലോഡ് ഇറക്കാൻ വന്നതാ. തിരിച്ചു പോണ വഴിക്ക് പെങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി. പെങ്ങളോ? ഇവിടെ ഏത് പെങ്ങളാ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മകന്റെ ഭാര്യ. എന്റെ മകന്റെ ഭാര്യ നിങ്ങളുടെ പെങ്ങളോ? അതെ. കൊള്ളാമല്ലോ. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു? പോയിട്ട് പിന്നെ വാ. ഒന്ന് മാറണം അങ്ങോട്ട്. നീ ബഹളം വെക്കണ്ട, വീട് മാറിയിട്ടുണ്ട്. ഒളിങ്ങി വന്നേ. ഇവളാണ് എന്റെ മകന്റെ ഭാര്യ. ഇവള് നിങ്ങളുടെ പെങ്ങളാണോ? അല്ല, ഇനി ഒന്ന്. ആ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആ സത്യം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഞങ്ങൾ രണ്ടുപേരും മഹാദേവന്റെ മക്കളാണ്. ഞങ്ങളുടെ മുതുകത്ത് ഒരുപോലത്തെ മറുക കണ്ടപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. എനിക്കൊരു പിടി കിട്ടുന്നില്ലടേ. പറയാ, എന്റെ പെങ്ങളവിടെ. എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. മോനെ, അച്ഛനെങ്കിൽ ഒരു കാര്യം പറയട്ടെ. നാണക്കേട് കൊണ്ട് പറയാത്തതാ. ഇവിടുത്തെ അടിച്ചു കളിക്കാരിൽ അച്ഛനുണ്ടായ മകനാണ് ഉണ്ണികൃഷ്ണൻ. പറയാ, സത്യം പറയാൻ. പറയാ, നിന്റെ ആരോട്? അയ്യടാ, കൊള്ളാം. അവന്റെ ആരുമല്ല. ഇവളെ ഈ നിൽക്കുന്ന ബാലകൃഷ്ണന്റെ ഭാര്യ, ഇവിടുത്തെ വേലക്കാരി. നീ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. ഇവിടെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ തന്നെ എന്റെ ഭാര്യയാണ്. എന്താ എന്താ എന്താ? നിർത്താ, എനിക്കെല്ലാം മനസ്സിലായി. തരാതരത്തിൽ പെരുമാറുന്നവരെ പണക്കാര്. അവരെ നമ്പർ ഞാൻ പറയാറില്ലേ. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഒരു ഉണ്ണി ഇനി ഇവന്റെ വെപ്പാട്ടിയായിട്ട് കഴിയണോ നിനക്ക്? എടാ പുല്ലുകളെ, ഞാനിപ്പം വടക്കാണ് വടക്ക്. ഇതെല്ലാം കണ്ടും സഹിച്ചും വെറുതെ ഇരിക്കുന്നു കരുതണ്ട. ഞാനിപ്പം തിരിച്ചു വരും നിന്റെ ഒക്കെ തലയെറിയാൻ.
മഹാദേവാട്ടെ, നിന്റെ കൂടെ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, നിനക്കെത്ര പിള്ളേരും? അടിച്ചേളിക്കാരിലും അല്ലാതെ ഉണ്ടായതും ചേർത്ത് പറ. എത്ര കൊണ്ടുപോവാ ഒരു തേവേണ്ണ? എടോ, കുടുംബത്തിൽ പറഞ്ഞവനാണ് ഈ മഹാദേവൻ. മഹാദേവൻ ഈ ഭൂമിയിൽ ഒരേ ഒരു സന്തതിയേ ഉള്ളൂ. ഈ നിൽക്കുന്ന എന്റെ മകൻ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഈ നിൽക്കണവൻ നിന്റെ മോനല്ലേ? അല്ലടോ. യവനാ? അല്ല. എന്താടാ ഇതൊക്കെ? ആരാടാ ഇവരൊക്കെ? പറയടാ, ഇനി അവനെ അടിക്കരുത്. അവൻ പാവാണ്. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും മാട്ടുപ്പെട്ടി ചന്തയിലെ കൂലിക്കാരൻ. വെറും കൂലിക്കാര്. പണം മോഹിച്ച് പണക്കാരുടെ കോലം കെട്ടി ഇവരുടെയൊക്കെ മക്കളെ പറ്റിച്ച് കല്യാണം കഴിച്ച ചതിയന്മാരാ. ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ചിറക്കേണ്ട ചെന്താമരയാ ഉണ്ണിയുടെ ഭാര്യ. അവക്ക് വേണ്ടിയാ ഉണ്ണി ഇതിനൊക്കെ കൂട്ടുന്നത്. നീയൊക്കെ മനുഷ്യനാവിടെ? എവരൊക്കെ കൂടെ നമ്മളെ ചതിച്ചല്ലോടെ കുമാരാ. ലക്ഷ്മി, ഇനി ഒരിക്കലും ആ പേര് വിളിക്കരുത്. ഞാൻ എന്ത് ദ്രോഹം നിങ്ങൾക്ക് ചെയ്തത്? എന്റെ അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഇത്രയും ക്രൂരത ഞങ്ങളോട് വേണമായിരുന്നോ? എടാ, ഒന്നുമില്ലായ്മന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാനും നേടാനും ഞങ്ങൾക്കാവുമെങ്കിൽ ആണിച്ചരാടാ നിന്നൊക്കെ. ഇറങ്ങി പാടി. ഞങ്ങളൊക്കെ വെറും ഉണ്ണാക്കന്മാരിൽ നിന്ന് തെളിയിച്ചു തരാടെ ചന്തകളെ. തൃപ്തിയായാലോടാ നിനക്ക്? എനിക്ക് തൃപ്തിയായി. ഇതിൽ കൂടുതലൊന്നും ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യാനാവില്ല. മകൻ തന്നോട് എത്തുമ്പോ തനിക്കൊരു തുണയായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. മാനം കെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഇറങ്ങി പോടാ പുറത്ത്. വേണ്ട, വേണ്ട. സ്വന്തം തന്തയെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വിട്ടിയാക്കി ഇവൻ നാളെ നിന്റെ തലയറിയാൻ പോലും മടിക്കില്ല. എനിക്കിങ്ങനെ മകനേ ഇല്ല. വടി ഇവിടെ വരാൻ. ചന്തയില് രണ്ട് കൂലിക്കാരെ ഒഴിവ് ഇപ്പോഴും ഉണ്ടാ. കണ്ണപ്പനെയും മച്ചാനെയും കാത്തിരിക്കുന്ന അറിയാവുന്ന തൊഴിൽ. എല്ലാം മറന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ചുമക്കാൻ 2 ചാക്കും അതിനെതിരെ കൂലിയും കേറി കിടക്കാൻ ഒരു കൂരം കിട്ടിയാ നിനക്കൊക്കെ ഇനിയും ജീവിക്കാല്ലേ? അതും എല്ലാം മറന്ന് എന്നെ തെറ്റിദ്ധരിച്ച് എന്റെ ഭാര്യയെ വലിച്ചിറക്കൊണ്ട് പോയപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ എന്തോടാന്നറിയോ? നിങ്ങളെ ഓർത്തിട്ടാ. നിനക്ക് ഞങ്ങളുണ്ടാ. രായപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ഭാര്യയെ തിരിച്ചെടുത്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെയൊക്കെ വാക്കും കേട്ട് ഞാൻ വിഡ്ഢിവേഷം കെട്ടിച്ച എന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ? പറ. എടാ, അത് രക്തബന്ധമാ. പറിച്ചെറിഞ്ഞാലും പോവില്ല. നീ കണ്ടില്ലേ ലക്ഷ്മിയും പാർവതിയും ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു പോയത്? ചെന്താമരയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ? ഞങ്ങളെ ഇത്രയും സഹായിച്ച നിനക്ക് വേണ്ടി ഞങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? വാടാ, ചേരിയിലേക്ക് പോവാം. രാജപ്പ, നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല. അത് ഞാൻ പറഞ്ഞ കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട ചെറ്റ്. അടികളെ നിർത്താൻ. ആരുടെ കൂട്ടത്തിൽ മാട്ടുപ്പെട്ടി മച്ചാൻ? ഞാനാ. ഓ, അപ്പൊ നീ കണ്ണപ്പൻ. നല്ല തടിയുണ്ടല്ലോടെ രണ്ടെണ്ണത്തിനും. 2 തന്നാല് ലോക്കപ്പ് കിടന്ന് ചാകില്ല. എന്തിനാണ് ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നത്? ഞാൻ പറയാം സാർ, എന്റെ പെങ്ങൾ ചെന്താമരെ ചതിച്ച് കല്യാണം കഴിച്ചത് ഇവനാ. കൂട്ടുനിന്നത് ഇവന്മാരും. എന്താണ് അതിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ, 3-ാം പ്രതി. നീയൊക്കെ നന്നായിട്ട് അഭിനയിക്കും അല്ലേ? ശ്രമിച്ചാൽ ഒരു ഓസ്കാർ വരെ കിട്ടുമല്ലോടാ. ആട്ടെ, എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? ഏത് പരിപാടി? വിവാഹ തട്ടിപ്പ്. ഇതുവരെ എത്ര കല്യാണം കഴിച്ചു? പെൺപിള്ളാരെ പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഞാന് എന്താ സാറ്? എന്തിനാ ഇവരെ തല്ലുന്നത്? ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്യാൻ. ഇവരൊക്കെ കളിച്ച് കളിച്ച് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചു. ഇടയ്ക്ക് കളി ഒന്ന് പാളിയപ്പോഴാ എന്റെ റോള് വന്നതും ഞാൻ ഇവിടെ എത്തിയത്. ഒരു കലാശക്കൊട്ടിന് എല്ലാം ഒന്ന് അവസാനിപ്പിക്കണ്ടേ? ആട്ടെ, നമ്മളാരാ? മഹാദേവൻ. ഓ, മഹാദേവൻ, 5-ാം പ്രതി. നിങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, നേരിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഞാനിതൊരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഇനി എവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. പണവും പ്രതാപവും അംഗീകാരവും ഒക്കെ ഉള്ള നിങ്ങൾ എന്തിനാ ഹിവന്മാരോടൊപ്പം കൂടിയത്? മനസ്സിലായില്ല. ഇന്ന് രാവിലെ എനിക്കൊരു പെറ്റീഷൻ കിട്ടി. വിവാഹ തട്ടിപ്പ്. അതിന് കൂട്ടുനിന്ന 5 പ്രതികളെ തേടിയാണ് ഞാനിവിടെ വന്നത്. പോലീസിന്റെ പണി ഉറക്കാൻ ഭാഗ്യത്തിന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 1-ാം പ്രതി മച്ചാൻ, 2-ാം പ്രതി, 3,
4. ഞാനിവിടെ ഉണ്ട്. എന്നെ നേരത്തെ പൊക്കി. 5-ാം പ്രതി ഞാനും അല്ലേ? സർ, കുറ്റക്കാർ ഞാനും ഇവനുമാ. മറ്റുള്ളവരെ വെറുതെ വിടണം. മഹാദേവൻ സാർ ഒന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചടിച്ചത് ഞങ്ങളാ. നിരപരാധികളെ കോടതി തീരുമാനിക്കും. അതത്ര ശരിയായ മറുപടിയല്ല. ശ്രമിച്ചാൽ പോലീസിനും സാധിക്കും. ഇവന്മാര് പലതും പറയും സാർ. പിടിച്ചോണ്ട് പോയി ജയിലിൽ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഒരുത്തനെയും വെറുതെ വിടരുത്. നിങ്ങൾ ശാന്തരാവണം. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഒന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കേൾക്കണം. കേട്ടേ പറ്റൂ. നിങ്ങളോട് തെറ്റ് ചെയ്തത് ഇവരാരുമല്ല, ഞാനാ. എന്റെ മോൻ ഒരു ഭാര്യയേ ഉള്ളൂ. അത് ഈ രാജപ്പന്റെ പെങ്ങൾ ചന്താമരയാ. ഈ ചേരിയിലെ കുടിലിൽ നിർത്തിയെ എന്റെ മകൻ വിവാഹം കഴിച്ചു എന്ന് കരുതി മഹാദേവന്റെ വിലയിടുകയില്ല. മറിച്ചത് നന്മയുടെ പേരിൽ ഉയരുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ, തെറ്റിദ്ധരിച്ച് നിന്നെ ഞാൻ വേലക്കാരിയായിട്ടാണ് എന്റെ വീട്ടിൽ കയറ്റിയത്. ഇപ്പൊ ഞാൻ എന്റെ മോന്റെ ഭാര്യയായിട്ട് കൂടെ കൊണ്ടുപോകാനാ വന്നത്. കൊള്ളാം. നിരപരാധിത്വം തെളിയിച്ച് ഇവിടെ പ്രശ്നം സോൾവ് ചെയ്തു അല്ലേ? ന്യായമല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. പെൺകുട്ടികളുടെ വീട്ടുകാർ മുൻകൈ എടുത്താണ് ഇവരുടെ വിവാഹം നടത്തിയത്. സാക്ഷികളായി ഒപ്പിട്ടത് അവരുടെ മാതാപിതാക്കൾ. രജിസ്റ്റർ പരിശോധിച്ചാൽ സാറിന് അത് മനസ്സിലാവും. നിയമാനുസൃതം നടന്ന കല്യാണത്തെ തട്ടിപ്പെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഭാര്യമാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളാണ് ആദ്യം പരാതി തന്നിരുന്നെങ്കിൽ സാറിന് നടപടി എന്തായിരിക്കും? സാർ ആർക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കും? സാർ, ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇരുകൂട്ടർക്കും അവസരം കൊടുക്കണം. ഒന്നിച്ചു നിർത്തി അവരോട് ചോദിച്ചുകൂടെ? സത്യം അങ്ങനെ അല്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കണം. നിങ്ങൾ ചെന്ന് വിളിച്ചാൽ ആ പെൺകുട്ടികൾ ഇറങ്ങി വരൂ. എങ്കിൽ ഈ പെറ്റീഷന് വില ഉണ്ടാവില്ല. ഉറപ്പുണ്ടെങ്കിൽ കേറിക്ക വണ്ടിയിലോട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. വാ കുട്ടികളെ. മച്ചാനെ, ഞങ്ങളുണ്ട് കൂടെ. വാടാ.